ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ ഉള്ളത് ഹൈദരാബാദിലെ ബെസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസുകളിൽ ഒന്നായ ഹുസൈൻ സാഗർ ലേക്കിലാണ് കേട്ടോ. ഹുസൈൻ സാഗർ ലേക്കും ഒപ്പം തന്നെയുള്ള ലുംബിനി പാർക്കും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമ്മളെ വരവേൽക്കുന്നത് നല്ല ഭംഗിയിൽ ലൈറ്റൊക്കെ അറേഞ്ച്മെൻറ്റ് ചെയ്ത ഒരു ആർട്ടിഫിഷ്യൽ വാട്ടർഫാളും പിന്നെ തൊട്ടടുത്തുള്ള ഒരുപാട് റൈഡുകളാണ് കേട്ടോ. ആ റൈഡുകളാണെങ്കിൽ എനിക്ക് എല്ലാം പേടിയാണ് കേട്ടോ. അപ്പോൾ ആ റൈഡുകളുടെ ഭാഗത്തോട്ട് ഞാൻ പോയില്ല. നമ്മളിവിടെ 6:30, 7 o'clock ആ ടൈമിലാണ് കേട്ടോ എത്തിയത്. ധാരാളം സഞ്ചാരികളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വാട്ടർഫാളിൻ്റെ അടുത്തോട്ട് പോവുകയാണെങ്കിൽ അവിടെ ഒരുപാട് പേര് നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്, കുട്ടികളൊക്കെ അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പോയി നിന്ന് കുറച്ച് നേരം നിന്നിട്ടുണ്ടായിരുന്നു. ഇരുട്ടിൽ തിളങ്ങി നിൽക്കുന്ന ലുംബിനി പാർക്ക് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഹൈദരാബാദ് നഗരമധ്യത്തിലെ 1563 ഹസ്രത്ത് ഹുസൈൻ ഷാ വാലി പണിതീർത്ത മനുഷ്യനിർമ്മിത തടാകമാണ് കേട്ടോ ഹുസൈൻ സാഗർ. 5.7 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതി ഉണ്ട് കേട്ടോ. ഇതിന് 32 അടിയാണ് കേട്ടോ പരമാവധി ആഴം. അപ്പോൾ ഈ വാട്ടർഫാളിൻ്റെ ഉള്ളിലൂടെ നമുക്ക് നടക്കാൻ സാധിക്കും കേട്ടോ. നല്ലൊരു പ്രത്യേക അനുഭൂതിയായിരുന്നു കേട്ടോ. അകത്തൂടെ നടക്കുമ്പോൾ നല്ലൊരു തണുപ്പും എല്ലാമായിട്ട്. പിന്നെ നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് നടന്നു. അപ്പോൾ അവിടെ ഒരുപാട് ഫാൻസി ഷോപ്പുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഈ തടാകം ഉള്ളത് ഒരു ഹാർട്ട് ഷേപ്പിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ ഇത് പെയ്ഡാണ്. നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് കുട്ടികളെയൊക്കെ ഇവിടെ കളിപ്പിക്കാം കേട്ടോ. പിന്നീട് നമ്മൾ പോയത് ബോട്ടിങ്ങിൻ്റെ സൈഡിലോട്ടാണ്. അപ്പോൾ അതിൻ്റെ സൈഡിൽ ഇതുപോലെ നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് പുൽത്തകിടയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ബോട്ടിങ്ങിൻ്റെ ഭാഗത്ത് ഒരുപാട് ആളുകൾ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പോൾ ഇത് സ്പീഡ് ബോട്ടിൻ്റെ സൈഡാണ്. സ്പീഡ് ബോട്ട് ഉണ്ട്, പിന്നെ ഫാമിലി ബോട്ട് ഉണ്ട്, ഡാൻസിങ് ബോട്ട് ഉണ്ട് കേട്ടോ. ഈ ലേക്കിൻ്റെ ഒരു പ്രധാന ആകർഷണം എന്ന് പറയുന്നത് തടാകത്തിൻ്റെ സെൻറ്ററിലായിട്ട് സ്ഥാപിച്ചിട്ടുള്ള ബുദ്ധ സ്റ്റാച്ചു ആണ് കേട്ടോ. അപ്പം നമ്മളിപ്പം സ്പീഡ് ബോട്ടിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാച്ചുവിൻ്റെ അടുത്ത് നിൽക്കാനാവില്ല, ഒന്ന് കറങ്ങിയിട്ട് വരാനേ പറ്റുള്ളൂ. അതുപോലെ നമ്മൾ ഫാമിലി ബോട്ടൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാച്ചുവിൻ്റെ അടുത്ത് നമ്മളെ കൊണ്ടുപോയി എത്തിക്കും. പിന്നെ സ്റ്റാച്ചുവിൻ്റെ അവിടെ ഇറങ്ങി നമുക്ക് സ്റ്റാച്ചു ഒക്കെ കണ്ടിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഇതൊരു സ്പീഡ് ബോട്ട് പോകുന്നതാണ് കേട്ടോ. എനിക്ക് സ്പീഡ് ബോട്ടിൽ പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ സ്പീഡ് ബോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാച്ചുവിൻ്റെ അടുത്ത് ഇറങ്ങാനോ സ്റ്റാച്ചു ചുറ്റി കാണാനോ നമുക്ക് പറ്റൂല കേട്ടോ. അതുകൊണ്ട് ആ ശ്രമം നമ്മൾ ഉപേക്ഷിച്ചു. അപ്പോൾ നമ്മൾ ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട്. ടിക്കറ്റ് എടുക്കാൻ പോകുന്നതിൻ്റെ സൈഡിൽ തന്നെ നമുക്ക് കോഫി, സ്നാക്സ് കിട്ടുന്ന കടകളുണ്ട്. അതുപോലെ ചാട്ടെല്ലാം കിട്ടുന്ന കടകളുണ്ട് കേട്ടോ. അപ്പോൾ പോയി വന്നിട്ട് സ്നാക്സ് മേടിച്ച് കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് സ്റ്റാച്ചുവിൻ്റെ അടുത്ത് പോകണം എന്നുള്ളതുകൊണ്ട് നമ്മൾ ഫാമിലി ബോട്ടിനുള്ള ടിക്കറ്റാണ് കേട്ടോ എടുത്തത്. അഡൾട്ടിന് 50 റുപ്പിയാണ്, ഒരാൾക്ക് 50 റുപ്പീസാണ് ചാർജ് കേട്ടോ. അതുപോലെ 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് 30 രൂപയാണ് കേട്ടോ ചാർജ്. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് അകത്തോട്ട് പോവുകയാണ് കേട്ടോ കയറാനായിട്ട്. അപ്പോൾ നല്ല തിരക്കുണ്ട് കേട്ടോ, കയറാൻ ഒരുപാട് ആളുകൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളും ആ തിരക്കിലൂടെ മെല്ലെ അകത്തോട്ട് കയറി കേട്ടോ. ബോട്ടിൽ ലൈഫ് ജാക്കറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ പോകുന്ന സമയത്ത് അകത്ത് കയറി ഇരുന്നില്ല, കാരണം നമ്മൾ കയറുമ്പോഴത്തേനും സീറ്റൊക്കെ ഫുള്ളായി. അപ്പം നമ്മൾ സൈഡിൽ നിൽക്കുകയാണ് കേട്ടോ ചെയ്തത്. ആക്ച്വലി സൈഡിൽ നിന്നത് നന്നായി, കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പുള്ള കാറ്റും ഒക്കെ കൊണ്ട് നമുക്ക് ഇങ്ങനെ ലേക്കിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യാം കേട്ടോ. ഇരിക്കുന്നതിനേക്കാൾ നമ്മൾ സൈഡിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് യാത്ര ഒന്നും കൂടി ആസ്വദിക്കാൻ പറ്റും കേട്ടോ. സേഫ് അല്ല എങ്കിൽ കൂടെ നമുക്ക് യാത്ര ഒന്ന് ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് സൈഡിൽ നിൽക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ബോട്ടിൽ പോയി സ്റ്റാച്ചുവിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ഹൈദരാബാദ് നഗരം മൊത്തത്തിലൊരു ദീപപ്രഭയിൽ മുങ്ങി നിൽക്കുകയാണ് കേട്ടോ. അത് കാണാൻ നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റാച്ചുവിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ലേസർ ഷോ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ആദ്യം തന്നെ പറയാൻ വിട്ടുപോയി. നമ്മളെ എൻട്രൻസിൽ തന്നെ ലേസർ ഷോ ഉണ്ട്. അതിന് വേറൊരു സൈഡിലോട്ട് പോയിട്ട് അവിടെ നിന്ന് ടിക്കറ്റൊക്കെ എടുത്തിട്ടാണ് ലേസർ ഷോ കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ബുദ്ധ സ്റ്റാച്ചുവിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. സ്റ്റാച്ചുവിൻ്റെ താഴെയായിട്ട് ഒരുപാട് ലൈറ്റുകളൊക്കെ അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ആദ്യം ഒരു യെല്ലോ കളർ വരും, പിന്നെ പർപ്പിൾ കളറ്,
അങ്ങനെ ഗ്രീൻ കളർ, അങ്ങനെ ലൈറ്റുകൾ ഇങ്ങനെ മാറി മാറി വരുന്നതുകൊണ്ട് വൈകുന്നേരത്ത് ഈ സ്റ്റാച്ചു കാണുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. വൈകുന്നേര സമയങ്ങളിൽ നമ്മൾ ലേക്കിലോട്ട് വരികയാണെങ്കിലാണ് കേട്ടോ കാണാൻ നല്ല ഭംഗി ഉണ്ടാവുക. ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ ആയിട്ട് നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സ്റ്റാച്ചുവിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം ഇവിടെ ഇരിക്കാം, ചുറ്റും നടന്ന് നോക്കുകയൊക്കെ ചെയ്യാം കേട്ടോ, ഫോട്ടോ എടുക്കാം. അപ്പോൾ ഒരുപാട് പേര് ഫോട്ടോ എടുക്കുന്നുണ്ട്. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ, നല്ല തിരക്കുണ്ടായിരുന്നു. ഈവനിങ് ടൈമിലാണ് ഒരുപാട് ആളുകൾ വരുന്നത്. വൈകുന്നേര സമയങ്ങളിൽ നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. അപ്പോൾ ഈ സ്റ്റാച്ചു 17 മീറ്റർ ഹൈറ്റും അതുപോലെ 320 ടണ്ണ് വെയിറ്റും ആണ് കേട്ടോ. അതുപോലെ ഒറ്റ കല്ലിൽ തീർത്തതാണ് കേട്ടോ ഈ സ്റ്റാച്ചു. 1992 ഡിസംബർ 1 ഈ സ്റ്റാച്ചു ലേക്കിൻ്റെ സെൻറ്ററിലായിട്ട് സ്ഥാപിച്ചിട്ടുള്ളത്. ഈ സ്റ്റാച്ചുവിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് സൈഡിലായിട്ട് അവർ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുട്ടികളൊക്കെ അവിടെ കുറച്ച് നേരം ഇങ്ങനെ ഓടിക്കളിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം നമ്മൾ അവിടെ നിന്നിട്ട് പിന്നെ നമ്മൾ പാർക്കിലോട്ട് തന്നെ തിരിച്ചു പോവുകയാണ്. അപ്പോൾ പോകുമ്പോൾ നമ്മൾ ഇരുന്നിട്ടാണ് കേട്ടോ പോയത്. പോകുമ്പോൾ നമുക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ദീപപ്രഭയിൽ മുങ്ങി നിൽക്കുന്ന സ്റ്റാച്ചുവിൻ്റെയും അതുപോലെ നമ്മളെ സെക്രട്ടേറിയറ്റിൻ്റെയും എല്ലാം നല്ലൊരു ചിത്രം മനസ്സിൽ പകർത്തിയിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. വൈകുന്നേര സമയത്ത് ലൈക്കിൻ്റെ സൈഡിലെ കാഴ്ചകൾ കാണാൻ മനോഹരമായിരുന്നു കേട്ടോ. ഒരുപാട് പേര് അവരുടെ ഈവനിങ് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. ബർത്ത്ഡേ പാർട്ടി, ആനിവേഴ്സറി എല്ലാം ഇവിടുന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ പതിവ് പോലെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ബൈ ബൈ.